പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സർവൈവർ സീരീസ് വാർ ഗെയിംസ് 2024 പ്രീമിയം ലൈവ് ഇവൻറ്റ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഈ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ബാക്ക് സ്റ്റേജിൽ വെച്ചിട്ട് ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ ഫൈറ്റ് വരാനുള്ള കാരണം നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗന്ധർ ഡെമിൻ പ്രീസ്റ്റിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ആ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഗന്ധർ ഡെമിൻ പ്രീസ്റ്റിനെതിരെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ മത്സരത്തിൽ ഫിൻ ബെലർ എന്ന ജഡ്ജ്മെൻറ്റുടെ ടീമിൻ്റെ നിലവിലെ ലീഡറിൻ്റെ ഇന്റർഫിയറൻസും ഡെമിൻ പ്രീസ്റ്റിനെ ആക്രമിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. ഈ അവസരം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഡെമിൻ പ്രീസ്റ്റിനെതിരെ ഗന്ധർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത്. ഫിൻ ബാലറിനെ ഗന്ധർ ഡ്രോപ്പ് കിക്ക് ചെയ്ത് ആക്രമിക്കുന്നുണ്ടെങ്കിലും ഡെമിൻ പ്രീസ്റ്റിനെതിരെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാനുള്ള കാരണം ഫിൻ ബാലറിൻ്റെ ഒരു ആക്രമണം തന്നെയായിരുന്നു. പിന്നീട് ബാക്ക് സ്റ്റേജിൽ നടന്നു പോകുന്ന ഫിൻ ബാലറിനെ ഡെമിൻ പ്രീസ്റ്റ് പിറകിലൂടെ വന്ന് ആക്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ആക്രമണം കുറേയധികം നേരത്തേക്കൊന്നും ഡെമിൻ പ്രീസ്റ്റിന് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ തന്നെ ജഡ്ജ്മെൻറ്റ് ടീമിലെ അംഗങ്ങളായ കാർലിറ്റോ, ജെഡി മെക്ഡോണ തുടങ്ങിയവർ വന്നിട്ട് ഡെമിൻ പ്രീസ്റ്റിനെ ആക്രമിക്കുന്നു. പിന്നീട് 3-1 എന്നുള്ള ന്യൂമറിക്കൽ ഒരു അഡ്വാൻറ്റേജ് അത് ഫിൻ ബാലറിനെ കിട്ടുന്നു. അവർ നമ്പറിൻ്റെ അഡ്വാൻറ്റേജിൽ ഈ 3-1 എന്നുള്ള രീതിയിൽ ഡെമിൻ പ്രീസ്റ്റിനെ ആക്രമിക്കുന്നതും സ്റ്റീൽ ചെയർ കൊണ്ട് കൈ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. പെട്ടെന്ന് റോ ജനറൽ മാനേജറായ ഏതൻ ബിയേഴ്സ് വരുന്നതും അവിടെ നിന്ന് ഇവരെ പിടിച്ചു മാറ്റുന്നതും നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. ഡെമിൻ പ്രീസ്റ്റിൻ്റെ കൈയിന് ഇഞ്ചുറി പറ്റിയിട്ടുള്ള പോലെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ജഡ്ജ്മെൻറ്റുടെ ടീം ഈ ഡെമിൻ പ്രീസ്റ്റിനെതിരെയുള്ള സ്റ്റോറി ഇവിടം കൊണ്ടൊന്നും അവസാനിപ്പിക്കില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. ഈ സ്റ്റോറിയിൽ ഡെമിൻ പ്രീസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് റെസ്ലേഴ്സിൻ്റെ ആവശ്യമുണ്ടായിരിക്കും. അത് ആരാണെന്നുള്ളത് ഇനി വരാൻ പോകുന്ന റോ എപ്പിസോഡുകളിൽ കണ്ടു തന്നെ അറിയാം. രണ്ടാമത്തെ അപ്ഡേറ്റ് നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ബ്രോൺ ബ്രേക്കർ പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിയുന്നതിന് ശേഷമുള്ള പോസ്റ്റ് ഷോ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ അഭിപ്രായങ്ങളെ സംബന്ധിച്ചാണ്. പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മത്സരത്തിൽ ബ്രോൺ ബ്രേക്കർ അദ്ദേഹത്തിൻ്റെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് ലുഡ്വിഗ് കൈസർ, ഷെയ്മസ് തുടങ്ങിയവർക്കെതിരെയാണ് ഡിഫെൻഡ് ചെയ്തത്. ഈ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ ഷെയ്മസിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബ്രോൺ ബ്രേക്കറിനെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ പ്രസ് കോൺഫറൻസിൽ ബ്രോൺ ബ്രേക്കറിനോട് ചോദിച്ചത് ഈ ചാമ്പ്യൻഷിപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള നെക്സ്റ്റ് പ്ലാൻ എന്ത്, ഗന്ധറിൻ്റെ വേൾഡ് ടൈറ്റിലിന് ചലഞ്ച് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ബ്രോൺ ബ്രേക്കർ പറയുന്നത് താൻ മികച്ച ചാമ്പ്യനായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഗന്ധറിൻ്റെ ടൈറ്റിലിന് ചലഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഗന്ധറിൻ്റെ ചാമ്പ്യൻഷിപ്പിന് പോകുക എന്നുള്ളത് തൻ്റെ എപ്പോഴത്തെയും വലിയൊരു ലക്ഷ്യമാണ്. പക്ഷേ നിലവിലെ തൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് കൈവശം വെച്ചുകൊണ്ട് മികച്ച ഒരു ചാമ്പ്യനാണെന്ന് തെളിയിക്കുക. ഗന്ധറിൻ്റെ ചാമ്പ്യൻഷിപ്പിന് താൻ പോകുന്ന കാലം ഈ വളരെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളതും ബ്രോൺ ബ്രേക്കർ പറയുന്നുണ്ട്. കൂടാതെ പോൾ ഹീമൻ ബ്രോൺ ബ്രേക്കറിൻ്റെ മാനേജറായിട്ട് വരുന്ന ആ ഒരു സംഭവത്തെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം വന്നപ്പോൾ ബ്രോൺ ബ്രേക്കർ പറയുന്നത് ഒന്നിനും നമുക്ക് നെവർ സേ നെവർ എന്നാണ് പറയാൻ സാധിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ പോൾ ഹീമൻ പെട്ടെന്ന് തന്നെ തൻ്റെ മാനേജറായിട്ട് വന്നേക്കാം. ആ ഒരു ഡോറ് ഇപ്പോഴും ഓപ്പൺ ആണ്, അതാരും ക്ലോസ് ചെയ്ത് ഇട്ടിട്ടില്ല. നമുക്കറിയാം NXTയിൽ ബ്രോൺ ബ്രേക്കറിനെ പോൾ ഹീമൻ ഒരൊറ്റ വീക്ക്ലി എപ്പിസോഡിൽ മാനേജറായിട്ട് വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭാഗം കണ്ടതിന് ശേഷം കുറേയധികം ആരാധകർ പോൾ ഹീമൻ ബ്രോൺ ബ്രേക്കറിൻ്റെ മാനേജറായിട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോഴും അങ്ങനെ കാത്തിരിക്കുന്ന ഒട്ടനവധി കൂട്ടുകാരുണ്ട്. ബ്രോൺ ബ്രേക്കർ ഒരു യുവ താരമാണ്. അപ്പോൾ പോൾ ഹീമൻ മാനേജറായിട്ട് വരികയാണെങ്കിൽ ബ്രോൺ ബ്രേക്കറിന് നല്ല നല്ല സ്റ്റോറി കിട്ടുമെന്നുള്ളതാണ് എല്ലാവരും അത്തരത്തിലുള്ള ഒരു അഭിപ്രായം പങ്കുവെക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റോറി നടക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് ബ്രോൺ ബ്രേക്കർ പറഞ്ഞിരിക്കുന്നു. പോൾ ഹീമൻ തൻ്റെ മാനേജറായിട്ട് വരാൻ സാധ്യതയുണ്ട്, കാലം വിദൂരമല്ല എന്നുള്ളതും ഇപ്പോൾ ബ്രോൺ ബ്രേക്കർ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് പോൾ ഹീമൻ ഗൈ ആയി വരാൻ പോകുന്നത് നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായിരിക്കുന്ന ബ്രോൺ ബ്രേക്കർ ആയിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുന്നു. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് മെൻസ് വാർ ഗെയിംസ് മത്സരത്തെ സംബന്ധിച്ചാണ്. നമുക്കറിയാം മെൻസ് വാർ ഗെയിംസ് മത്സരം അതികിടിലമായിരുന്നു. സ്റ്റോറി ലൈൻ പ്രകാരം മികച്ച ഒരു എൻഡിങ് നമുക്ക് സർവൈവർ സീരീസ് വാർ ഗെയിംസിന് കാണാൻ സാധിച്ചു. നല്ല ടോപ്പ് മൊമെൻറ്റ്സ് കാണാൻ സാധിച്ചു. ആ ടോപ്പ് മൊമെൻറ്റ്സ് കാണാൻ സാധിച്ചതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആ മൊമെൻറ്റ്സ് ചെയ്ത റെസ്ലേഴ്സിന് ഇഞ്ചുറി സംഭവിച്ചതായിട്ടുമാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതായത് ബിഗ് ബ്രോൺസൺ റീഡ് സുനാമി എന്ന് പറയുന്ന മൂവ് കേജിൻ്റെ മുകളിൽ നിന്ന് റോമൻ റീൻസിനെതിരെ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. റോമൻ റീൻസിനെ CM പങ്ക് അവിടെ സേവ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പോസ്റ്റ് ഷോ പ്രസ് കോൺഫറൻസിൽ ട്രിപ്പിൾ എച്ച് പറയുന്നത് ബ്രോൺസൺ റീഡിന് ഇഞ്ചുറി പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആ ഒരു മൂവിന് ശേഷമാണ് ബ്രോൺസൺ റീഡിൻ്റെ കാലിന് ആംഗിൾ ഭാഗത്ത് ഇഞ്ചുറി പറ്റിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കുറച്ച് ആഴ്ചകൾ ബ്രോൺസൺ റീഡിന് മാറി നിൽക്കേണ്ടി വരും എന്നുള്ളതും ഇപ്പോൾ ട്രിപ്പിൾ എച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ആഴ്ചകൾ റോയിലോ സ്മാക്ഡൗണിലോ ബ്രോൺസൺ റീഡിൻ്റെ സ്റ്റോറി ലൈൻ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇഞ്ചുറി മാറിയതിന് ശേഷം മാത്രമേ ബ്രോൺസൺ റീഡ് ഇനി തിരികെ വരികയുള്ളൂ. ഇതേപോലത്തെ ഒരു മൊമെൻറ്റ്, ഒരു സ്പ്ലാഷ് എന്ന് പറയുന്ന മൂവ് ഉപയോഗിച്ചുകൊണ്ട് ജിമ്മി ഊസോയും ചെയ്തിരുന്നു. അത് കൃത്യമായിട്ട് ജിമ്മി ഊസോയ്ക്ക് ജേക്കബ് ഫാറ്റുവിനെതിരെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. ആ ഒരു മൂവ് ചെയ്തതിന് ശേഷം ജിമ്മി ഊസോയുടെ കാലിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. ജിമ്മി ഊസോയുടെ കാലിന് ഇഞ്ചുറി പറ്റിയിരിക്കുന്നത് സ്ഥിരീകരിക്കുന്നത് ജെ ഊസോയാണ്. ജിമ്മി ഊസോ മുടന്തിയാണ് ആ ഒരു എൻട്രൻസ്
പെർഫോമൻസ് റാമ്പിലേക്കും തുടർന്ന് ബാക്ക് സ്റ്റേജിലേക്കും എത്തുന്നത്. അതൊക്കെ നമുക്ക് ഓൺ സ്ക്രീനിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുമായിരുന്നു. ആ ഒരു മൊമെൻറ്റിന് ശേഷം ജിമ്മി യൂസോയുടെ കാലിന് ഇഞ്ചുറി പറ്റിയത് ബ്ലഡ് ലൈനിൻ്റെ സ്റ്റോറി ലൈനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം OG ബ്ലഡ് ലൈനിലെ ഒരു അവിഭാജ്യ ഘടകമാണ് ജിമ്മി യൂസോ. അപ്പോൾ ഇഞ്ചുറി മൂലം നിൽക്കേണ്ടി വന്നാൽ ആ ഭാഗങ്ങളൊക്കെ എങ്ങനെ കവർ ചെയ്യുമെന്നുള്ളത് ചോദ്യമാണ്. എന്തായാലും ഇനി വരുന്ന സ്മാക്ക് ഡൗണിൽ ജിമ്മി യൂസോയുടെ ഇഞ്ചുറിയെ സംബന്ധിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേറ്റ് കൂടുതലായി നമുക്ക് അറിയാൻ സാധിച്ചേക്കാം. ഇത്തരത്തിലുള്ള 2 വാർത്തകളും മെൻസ് വാർ ഗെയിംസ് മത്സരത്തിന് ശേഷം നമുക്ക് ഇഞ്ചുറി സംബന്ധിച്ച് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് പങ്കുവെക്കാനുള്ള പോയിന്റ് സാമി ജെയിൻ പോസ്റ്റ് ഷോ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ ഒരു പോയിന്റിനെ സംബന്ധിച്ചാണ്. OG ബ്ലഡ് ലൈനുമായിട്ട് ഇപ്പോൾ ഒരു യൂണിയൻ ചെയ്തു ആ ഒരു സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ OG ബ്ലഡ് ലൈനിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എന്നുള്ളത്. അപ്പോൾ സാമി പറയുന്നുണ്ട്, ഒന്നും ഇപ്പോൾ തീരുമാനിക്കാൻ ആയിട്ടില്ല. നിലവിൽ ഞങ്ങളുടെ ഈ ഒരു ബ്ലഡ് ലൈൻ ഫാമിലി ഒരുമിച്ച് നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനർത്ഥം പൂർണ്ണമായി ഇതിൽ മാത്രം നിൽക്കുക എന്നുള്ളതാണ്. തൻ്റെ ഇൻഡിവിജ്വൽ സ്റ്റോറി ചെയ്യാനും താൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ കൂടെ നിൽക്കാനാണ് തൻ്റെ പ്ലാൻ. ഒന്നും തീരുമാനമായിട്ടില്ല, എന്തു വേണമെങ്കിലും സംഭവിക്കാമെന്നും ഇനി വരുന്ന ആഴ്ചകളിൽ താൻ OG ബ്ലഡിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും, ഇവരെ വിട്ടു പോകുന്നില്ല എന്നുള്ളതും സാമി പറയുന്നുണ്ട്. അപ്പോൾ എന്ത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം സാമി നൽകുന്നില്ല. പക്ഷേ OG ബ്ലഡിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് സാമി ജെയിൻ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകൾ നമുക്ക് ഈ മെൻസ് വാർ ഗെയിംസ് മത്സരത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. അപ്പോൾ വീഡിയോയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.